സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ദീപം 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 നന്ദിനി, എവിടെയായിരുന്നു നീ ഇത്രയും ദിവസം? ഞാൻ ഒരു കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു. കൂട്ടുകാരിയോ അതോ കൂട്ടുകാരനോ? പറ, നീ ആരുടെ കൂടെയായിരുന്നു ഒന്ന്? നിങ്ങളെന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? എന്താ പേടിപ്പിക്കുക? നിർത്തടി. കണ്ണി കണ്ടവന്മാരോടൊപ്പം കറങ്ങി നടന്നിട്ട്
ഒരു നാണുമില്ലാതെ കേറി വന്ന് നീ ഇപ്പീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, അതിന് മറുപടി പറയേണ്ടത് ശബ്ദം കൊണ്ടല്ല, കൈ കൊണ്ടാ. പക്ഷെ ഞാനത് ചെയ്യാതിരിക്കുന്നത് നിന്നെ പേടിച്ചിട്ടല്ല. നിന്നെ 10 മാസം ചുമന്ന ഒരു പാവ സ്ത്രീ ഇതിനകത്ത് കിടപ്പുണ്ട്. അവരെ മാത്രം ഓർത്തിട്ട, അവരോടുള്ള ബഹുമാനം കൊണ്ട. ആ പൊക്കൽക്കൊടി ബന്ധത്തിന്റെ വില എന്താന്ന് അറിയുമായിരുന്നെങ്കിൽ അവരോട് നീ ഇത് ചെയ്യില്ലായിരുന്നു. എങ്ങനെ പിറന്നിടുന്ന ഈ അമ്മയുടെ വയറ്റിൽ ഒരു തുള്ളി ജലപാനം പോലും കഴിക്കാതെ ജീവശവം പോലെ കിടപ്പുണ്ട് ഒരാൾ രൂപം. നിന്നേക്ക് നൊന്ത് പറ്റതിന്റെ തീരാ ശാപവും പേറിക്കൊണ്ട് നിന്റെ അമ്മയെ മാത്രമല്ല എന്റെ അച്ഛനെ നീ കുറിഞ്ഞു കൊടുത്തില്ലേടി. നീ ഒരുത്തി കാരണ എന്റെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ഞാൻ കാരണം? അതെടി, നീ കാരണം. ഒരിക്കലും ഈ മണ്ണിൽ പറക്കാൻ അർഹതയില്ലാത്തവൻ ചത്തുപോയപ്പോഴും അതിന്റെ കുറ്റം എന്റെ അച്ഛന്. എല്ലാം നീ ഒരുത്തിയാ, നീ ഒറ്റ ഒരുത്തി. അമ്മാവ് ശിക്ഷ അനുഭവിക്കുന്നതേ ഞാൻ കാരണമല്ല, നിങ്ങൾ ചെയ്ത പാപം കൊണ്ട്. നിങ്ങൾ കാരണം കെട്ടിത്തൂങ്ങി ചത്തില്ലേ നിങ്ങളുടെ കൂട്ടുകാരി, അവളുടെ ശാപം കൊണ്ട്. അതേപറ്റി ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. സത്യം അറിയാതെ വല്ലതും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഇതായിരിക്കില്ല മറുപടി. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതി നിന്നെയൊക്കെ സ്നേഹിച്ചതിന്, നിന്നെ കാണാതായ നിമിഷം തൊട്ട് നിനക്ക് വേണ്ടി ഉള്ളൊരുക്കി കാത്തിരുന്നതിന് എനിക്കത് കിട്ടണം. ഇവിടെ വന്ന അന്ന് മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. നിനക്കെപ്പോഴും നിന്റെ താല്പര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി മറ്റുള്ളവരുടെ വേദന കണ്ടില്ലെന്ന് നീ നടിക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ബന്ധങ്ങളെ തള്ളി പറയാൻ മടിക്കാത്ത നിനക്ക് ഇതിനൊക്കെ ഒടുവിൽ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരൂടി. അത്രയ്ക്കധികം നീ കാരണം നിന്റെ അമ്മയും ഞങ്ങൾ അനുഭവിക്കുന്ന വേദന. എന്താണ് നീ ഇത്ര കണ്ണിച്ചോരില്ലാത്തവളായത്? എന്താ നിന്റെ അമ്മ നിന്നോട് ചെയ്ത തെറ്റ്? കഷ്ടം. ഇങ്ങനെ നീ ആവരുത്. അത് പാപ, മഹാപാപം. നന്ദിനി, നിന്നെ കുറിച്ച് ചേച്ചി എന്തൊക്കെയാ കേൾക്കുന്നത്? എന്ത്? അതിനിപ്പോ ഞാൻ പറയണോ? ഒരു കാര്യമില്ലാതെ അമ്മ നിന്നെ അടിക്കാൻ വഴക്ക് പറയുകയും ചെയ്യോ? ഇനിയിപ്പോ എന്താ, ചേച്ചിയുടെ വക കൂടി വേണം. എന്താ മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? പട്ടണത്തിൽ പോകുന്നതും പഠിക്കുന്നതും ഒക്കെ നല്ലത്. ആൺകുട്ടികളോട് സംസാരിക്കണ്ടെന്ന് ചേച്ചി പറയില്ല. പക്ഷേ അവനവന്റെ നില വിട്ട് പെരുമാറരുത്. ഉപദേശിക്കുന്ന ആള് പിന്നെ എല്ലാം തികഞ്ഞവളല്ലേ? അല്ല, തികഞ്ഞവളല്ല. അതുകൊണ്ടാ ചേച്ചിക്ക് ഇത് പറയേണ്ടി വന്നത്. എന്റെ അനുഭവം നാളെ നിനക്കുണ്ടായാലോ? എനിക്ക് വേണ്ടി അമ്മ ഇനി കണ്ണീര് കുടിക്കാൻ ബാക്കിയില്ല. നിന്റെ കാര്യത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ച പാവം അമ്മ പിന്നെ ജീവനോടെ ഇരിക്കില്ല. അത്രയ്ക്കധികം തീരുന്നുണ്ട്. അതിന് ചേച്ചിയല്ലല്ലോ ഞാൻ. ചേച്ചിയെ പോലെ ഒരുത്തിന് എന്നെ വെട്ടിയാക്കില്ല. ഇതേ നന്ദിനിയാ. എന്റെ നന്ദിനി ആയാലേ നീ ഒരു പെണ്ണാ, അത് മറക്കണ്ട. ആ ഉത്തരവ്. ശല്യപ്പെടുത്താതൊന്ന് പോയി തരാൻ ഇപ്പൊ എന്താ തരേണ്ടത്? കടന്നു പോവാനല്ലേ പറഞ്ഞത്? ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാ ഓരോരോ ഉപദേശം. ആദ്യം അവനവ നന്നായിട്ട് മതി മറ്റുള്ളവരെ ഗുണദോഷിക്കാൻ. എന്താ അമ്മുനെന്നെ പേടിയാ? എന്തിനെന്നെ പേടിക്കണേ?
കുഞ്ഞമ്മ കാരണല്ലേ അമ്മൂമ്മയ്ക്ക് അസുഖം വന്നതും ആശുപത്രി കൊണ്ടുപോയതും. ഞാൻ കാരണം ആരാ പറഞ്ഞേ? ആരും പറയണ്ട, അമ്മുക്കുട്ടിക്ക് അറിയാം. ആരോടും മിണ്ടാതല്ലേ കുഞ്ഞമ്മ എവിടുന്ന് പോയത്? കുഞ്ഞമ്മ കാരണോ എന്റെ മുത്തശ്ശൻ ജയിലിൽ പോയത്. ഇപ്പൊ അമ്മുക്കുട്ടിക്ക് അമ്മൂമ്മയല്ല മുത്തശ്ശനും ഇല്ല. എല്ലാത്തിനും കാരണം കുഞ്ഞമ്മയാ. എന്നോട് മിണ്ടണ്ട, എനിക്ക് കുഞ്ഞമ്മയെ പേടിയാ. മോളെ വേണ്ട, അങ്ങനെ വിളിക്കണ്ട. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ഏതൊരാൾക്കും തെറ്റ് ചെയ്താൽ അതിന്റെ ഒരു കുറ്റബോധം കാണില്ലേ മാഷെ? നന്ദിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അങ്ങനെ ഒരു ഭാവമേ ഇല്ല. ചോദിച്ചതിനെല്ലാം തർക്കത്തിലേ പറയൂ. എന്താ ആ കുട്ടി ഇങ്ങനെ പോയത്? ആ ഞാനെന്ത് പറയാനാ? ഓരോരുത്തർക്ക് ഓരോന്നും വിധിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ മാഷൊന്ന് ആലോചിച്ച് നോക്ക്. പ്രായം തികഞ്ഞ പെണ്ണൊരുത്തി ആരോടും പറയാതെ ഇറങ്ങിപ്പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്തായാലും ആ മുഖത്ത് കാണും. എല്ലാവരെയും ഫേസ് ചെയ്യുമ്പോ ഒരുതരം വിറയിലോ പേടിയോ അങ്ങനെ എന്തെങ്കിലും. ഈ പറഞ്ഞതൊന്നും അവൾക്കില്ല. എവിടെ എന്താന്നൊക്കെ ചോദിച്ചെന്നെ എനിക്ക് വേണ്ടുവോളം കിട്ടി. അതോടെ ആ ചാപ്റ്റർ ഞാൻ അവസാനിപ്പിച്ചു. CI നന്ദൻ സാറിനോട് പറയണം അവള് തിരിച്ചെത്തിന്ന്. വെറുതെ തെരഞ്ഞു നടക്കണ്ടല്ലോ. ആ എന്തായാലും വേണി ഇനി അവളോട് അക്കാര്യത്തെ കുറിച്ച് ചോദിക്കാനോ പറയാനോ നിൽക്കണ്ട. ശ്രീദേവി അമ്മയോടും പറഞ്ഞേക്ക് വെറുതെ ഇനി ഒച്ചയും ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന്. കഷ്ടകാലത്തിന് വല്ല ബുദ്ധിമോശം കാണിച്ചാ പിന്നെ അത് എന്നേക്കുമായി. ആരും ഇനി അവളോടൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. വരച്ച വഴിക്ക് വന്നില്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് വരയ്ക്കണം. ഇനി അച്ഛനെ അറിയിക്കണം നന്ദിനി വന്ന വിവരം. അവളെ ഓർത്ത് തീ തിന്നെയായിരുന്നു അച്ഛൻ. ജയിലിൽ കിടക്കേണ്ടി വന്നത് പോലും ശരിക്കും പറഞ്ഞ അവളെ ചൊല്ലിയുണ്ടായ വഴക്കൊണ്ടല്ലേ. പക്ഷെ അവൾക്കതൊന്നും അറിയണ്ടല്ലോ, സ്വന്തം കാര്യം മാത്രം. പാവച്ഛൻ ഇപ്പൊ നരകയാതന അനുഭവിക്കുക, അഴിക്കകത്ത് കിടന്നു. ഇങ്ങനെ പട്ടിണി കിടന്ന എങ്ങനെയാ? എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല. 2-3 ദിവസമായി ഒന്നും കഴിക്കുന്നില്ല എന്ന് പരാതി കേട്ടു. എങ്ങനെയാ എനിക്ക് ആഹാരം ഇറങ്ങുക? എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ ഇടനെഞ്ചു പൊട്ടുക. ആരാ ഇനി അവക്കൊരാശ്രയം? എന്തിനാ ഇങ്ങനൊരു ശിക്ഷ ദൈവം എനിക്ക് തന്നത്? മാഷ് വിഷമിക്കാതിരിക്കേ. എന്തിനുമില്ലേ ഒരു പരിഹാരം? അനന്തന്റെ മരണത്തെക്കുറിച്ച് ശരിയായ ഒരു അന്വേഷണം എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. മാഷിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. മാഷ് ധൈര്യമായിട്ടിരിക്കേ, ഒരിക്കലും തളരരുത്. ദേ, എന്തായാലും ഈ ഉപവാസം ഒന്ന് അവസാനിപ്പിക്കണം. അച്ഛൻ്റെ കാര്യത്തിൽ വേണി ടെൻഷൻ അടിക്കണ്ട. ഞാൻ ദിവസവും അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. മാഷ് മുറയ്ക്ക് ആഹാരം കഴിക്കുന്നുണ്ട്, മരുന്നും കഴിക്കുന്നുണ്ട്. പിന്നെന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. മാഷിനെ ഞങ്ങൾക്ക് ജീവനായിരുന്നു. ഞങ്ങൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുകയോ നുള്ളി നോക്കുകയോ പോലും ചെയ്യാത്ത ഞങ്ങളെ മാഷെ കൈവിലങ്ങ് വെച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചു എന്ന് വേണിക്കറിയോ? ഒരുപാട് നന്മകളുള്ള ഒരു പാവമായിരുന്നു എന്റെ അച്ഛൻ. എനിക്കറിയാം. ഞാൻ ഇന്നീ നിലയിലെത്താൻ കാരണം ഗോവിന്ദ മാഷ. പഠിക്കുന്ന കാലത്ത് പട്ടിണിയിരുന്നപ്പോൾ മാഷ് കൊണ്ടുവന്ന പൊതിച്ചോറ്, ഫീസടയ്ക്കാൻ ഗതിയില്ലാതെ ക്ലാസ്സിന് പുറത്തു നിന്നപ്പോൾ മാഷ് തന്ന പണം, ഒരിക്കലല്ല പലതവണ. ഞാൻ എങ്ങനെ മറക്കും അതൊക്കെ?
സാറെങ്കിലും അത് ഓർക്കുന്നുണ്ടല്ലോ. നന്ദി. നന്ദിയും കടപ്പാടും എനിക്ക് മാഷോടാ. തീർത്താ തീരാത്ത കടപ്പാട്. വേണി ധൈര്യമായിട്ടിരിക്കെ. മാഷ്ട കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് പരിപൂർണ സപ്പോർട്ട് ഉണ്ടായിരിക്കും. താങ്ക് യു സർ. ഞാൻ ഇറങ്ങട്ടെ. ശരി. വേണിച്ചിട്ടേ പോസ്റ്റ്മാൻ വിളിക്കണു. ശ്രീദേവി അമ്മയില്ലേ? അമ്മായി ഹോസ്പിറ്റലിലാ. ഒരു രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒപ്പിട്ടുതരാം. എന്താ വേണിച്ചിട്ടേ? സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം കരയാതെ മോളെ, കാര്യം പറ. എങ്ങനെ അച്ഛനോട് ഞാൻ പറയാ? അല്ലാതെ തന്നെ ഒരുപാട് സങ്കടങ്ങൾ എന്റെ അച്ഛൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നിന്റെ വിഷമം എന്നോടല്ലാതെ വേറെ ആരോടാ പറയുക? അമ്മായിയുടെ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. ബാങ്കുകാരയച്ചതാ. ഇനിയിപ്പോ എന്താ ചെയ്യുക മോളെ? ഒപ്പോള് പാവം കിടപ്പിലുമാണ്. അല്ലെങ്കിൽ തന്നെ എവിടുന്ന് അതിനൊക്കെയുള്ള പണം ഒപ്പോൾ കൊണ്ടാക്കാൻ കഴിയുക? അമ്മായിയുടെ വീടിന്റെ ആധാരം കൈക്കലാക്കി അമ്മായി കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒപ്പിടിവിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അവനാ, അനന്തൻ. അറിഞ്ഞോ അറിയാതെയോ എന്റെ കൈകൊണ്ടവന് മരണം സംഭവിച്ചെങ്കിലും അതിപ്പോ നന്നായെന്ന് തോന്നുന്നു. ഇനി അവൻ ആരെയും ദ്രോഹിക്കില്ലല്ലോ. ഒരാഴ്ചക്കകം പണം അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ വന്ന് വീട് ജപ്തി ചെയ്തുകൊണ്ട് പോവും. എന്റെ ഈശ്വര, നമ്മളിനി എന്താ മോളെ ചെയ്യുക? ഉണ്ടായിരുന്ന സ്വർണമെല്ലാം ഓരോരോ ആവശ്യത്തിന് വിൽക്കുകയും ചെയ്തു. അച്ഛൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുവോ? മോളോട് അച്ഛൻ ദേഷ്യപ്പെടാനോ? മോള് പറ. നാട്ടിലുള്ള നമ്മുടെ വീടും പറമ്പും വിറ്റാലോ അച്ഛ? മോളെ, അതും കൂടെ വിറ്റാ എന്റെ മോൾക്ക് പിന്നെ? അതിനേക്കാൾ വലുതല്ലേ അച്ഛ അമ്മായിയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കേണ്ടത്? ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാ അവര് പിന്നെ എവിടെ പോവും? അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അച്ഛാ, അച്ഛൻ എന്തോന്നും മിണ്ടാത്തെ? ഞാനെന്ത് മിണ്ടാനാ? മോൾക്കെന്ന് പറയാൻ അച്ഛൻ ആകെ കരുതി വച്ചിരുന്നത് അത് മാത്രമേ ഉള്ളൂ. ആ ഒരു വീടും പറമ്പും.
പക്ഷേ ഇപ്പൊ നമുക്ക് ആവശ്യം ഒപ്പോളെയും മക്കളെയും തെരുവിലിറക്കാതെ നോക്കുക എന്നതാ. മോൾ എന്താന്ന് വെച്ചാ ചെയ്തോ. ആധാരം മോളുടെ പേരിൽ തന്നെയാണല്ലോ. എങ്കിൽ നാളെ തന്നെ എനിക്ക് അതിനുള്ള ഏർപ്പാടുകൾ നോക്കണം. ഒരാഴ്ചക്കകം എല്ലാം നടക്കണ്ടേ? എന്തായാലും നാട്ടിലേക്ക് തനിച്ചു പോണ്ട. ഹരിമാഷ കൂടെ വിളിച്ചോളൂ. മാഷാവുമ്പോ വലിയൊരു സഹായമാവും. വിസിറ്റേഴ്സിന്റെ ടൈം കഴിഞ്ഞു, നിങ്ങൾക്ക് പോവാം. വരട്ടെ അച്ഛാ.